long. I'll go anywhere with you in the sunlight or underneath the moon. All we have is enough. Take my hand, darling, we were born to run. It's all waiting for us. In the steady breeze, we feel the rush of expectation. നിത്യം നടത്തിയിടണമേ എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയാൻ നിന്റെ ഗീതം പോലെ എന്നെ നടത്തിയിടണമേ അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാക്ഷിക്കുക നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും പേർ വഴിയുവാൻ കാരണഭൂതനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ പ്രഭാത സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവെ ഈ ഭവനമായി കർത്താവെ ബന്ധപ്പെട്ട് കർത്താവ് സന്തോഷത്തിന്റെ ഒരു സുദിനമായി ഞങ്ങൾക്ക് ഒന്നിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് പ്രിയപ്പെട്ട റോഷന്റെയും ലിറ്റിന്റെയും കർത്താവ് വിവാഹത്തിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചയപ്പാനായിട്ട് അവിടെ നൽകി തരുന്ന നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മകന്റെ കർത്താവെ ജന്മം മുതൽ ഇന്നയോളം വ്യാപരിച്ച് നടത്തിയ നന്മകൾക്കും കരുണകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വലിയ പ്ലാനും പദ്ധതി പ്രകാരം ദൈവമേ അവിടുത്തെ സമയമായപ്പോൾ കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്പരാൻ നീ വിളിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന വിവാഹക്കുദാശകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണ കൃപ അവിടെ നിന്ന് വ്യാപരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിവാഹം ദൈവമേ സ്വർഗീയമായ ഒരു കൂദാശ അനുഭവമായിരിക്കുക. ദൈവം നമ്പരാനെ ഇത് മാനുഷികമായിട്ടുള്ള കരങ്ങളല്ല, ദൈവമായിട്ടുള്ള കരമാണ്. അവിടുന്ന് കൂട്ടി യോജിപ്പിക്കുന്നുള്ള ബോധ്യത്തോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ നീ ഇടയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങളും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒന്നിച്ചു ചേർന്ന് സന്തോഷകരമായ അനുഭവമായി തുറന്ന് ജീവിപ്പാനായിട്ട്
മക്കളെയൊക്കെ നീ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ, മണവാളനെയും മണവാട്ടിയെയും അവിടുത്തെ ശക്തിയിലേക്കും ബലപ്പെടുത്തുകയും ചെയ്താട്ടെ. പ്രത്യേക ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങൾ, യാത്രകൾ, പ്രത്യേകിച്ച് കർത്താവേ കൗദാശിക ക്രമീകരണങ്ങൾ, ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാം അനുഗ്രഹമാക്കി അവിടെ തീർക്കണമേ. യാതൊന്നിനും കുറവുണ്ടാകാതെ കനാവിലെ കല്യാണ വിരുന്നിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ അവിടെ നിന്ന് വ്യാപരിക്കണമേ, നടത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാർമികനെയൊക്കെ ഇവിടെ നിന്ന് ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളെയൊക്കെ ശക്തീകരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാ ക്രമീകരണങ്ങളിലും ഇന്നയോളം വ്യാപരിച്ച ദൈവകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടെ രണ്ടു മക്കളെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ സ്വർഗീയ വാഴ്വുകൾ, അനുഗ്രഹങ്ങളാലും നന്മകളാലും സൗഭാഗ്യങ്ങളാലും കുടുംബജീവിതത്തിൽ കർത്താവ് മക്കളെ ദാനം ചെയ്യുമ്പോൾ ദൈവത്തോട് ചേർന്ന് വളർത്തിയെടുപ്പാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു ഭക്തനായ യോശുവ പറഞ്ഞ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇപ്പൊ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകാപുത്രന്റെ കൃപ, പരിശുദ്ധരുടെ സംസർഗം, സഹവാസം, പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ, അവരുടെ തുടർന്നുള്ള ജീവിതാനുഭവങ്ങളുടെ മേൽ ഇന്നു എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ With every word I read, it leads me straight
പ്രാർത്ഥനാപൂർവ്വം വന്നിട്ടുള്ള എല്ലാവരെയും പരിയാരം സെന്റ് ആൻഡ്രൂസ് മാർത്തോമായ ഇടവകയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഏറ്റവും പരിപാവനവും വിശുദ്ധവുമായ ഒന്നാണല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ കൂദാശ, അതിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൊണ്ട് സംബന്ധിക്കണം. നമ്മുടെ മുൻപാകെ വന്നിരിക്കുന്ന റോഷിനും ലിനറ്റിനും അവരുടെ കുടുംബജീവിതം ദൈവാനുഗ്രഹപ്രദമായിരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അധികം ആവശ്യമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. പാപികളാടിയവരുടെ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമസ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടം ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പരിപൂർണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലം കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ ക്ഷമനൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ ഭൂവാസികൾ വന്ദിച്ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ഓശോ വഗുൽസുബാൻല ഉൽമീ. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളുടെ യേശുവിന് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുക്കളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മെശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരവാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മുറോൻ നീയാകുന്നു.
മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികമായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളും വെടുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരാണ് ഇവരെ നീ അലങ്കരിക്കണമേ. ഇറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതിവർ നിന്ന നിന്നെയും പിതാവിനെയും വിസ്തൃതമായും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഇതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെടിപ്പുള്ള ദേശികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായ നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐകമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരയേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലിഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിൽ ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മിശിഹ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കുന്ന ശുഭരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുഷാണ പുഷ്പങ്ങളെക്കാൾ
വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കുടിവരവന് സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. ഈ കല്യാണവിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബയാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ വബകുല സുബാലവൽമേ. ഒളിവാം മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നു ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി നന്ദിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ വിഗ്രഹത്തെ ചുറ്റി ചെന്നേ. കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാം ഈശോയെ സ്തോത്രം. യോഗ്യത തന്നവനിൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധം എന്നെ ചാർത്തിതാൻ വാസം രക്തം മോതിരമായി ഇട്ടു തന്നാൽ വീരലിന്മേ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30 1 100 1 60 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ തങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ നിശ്ചയത്തിന്റെ പൂർത്തീകരണമായ മോതിരവാഴുവിന്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായി നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ ദമ്പതിമാർ മോതിരങ്ങളെ സ്വീകരിച്ച് കുടുംബജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയായിട്ടുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ ഇടവകയുടെയും കാനം സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് റോഷിനെയും ലിനറ്റിനെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങളൊരു ഇരുന്നു ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിപ്പാൻ്റെ ഗവണ്ണം ഇവർക്ക് സാധ്യമാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിവാഹ കൂദാശ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ് നിർവഹിക്കപ്പെടുന്നത്. അതാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം, പ്രത്യേകിച്ച് ആരാധനയുടെ ദൈവശാസ്ത്രം. എല്ലാ കൂദാശകളുടെയും മുഖ്യ കാർമ്മികൻ നമ്മുടെ കർത്താവാണ്, ത്രിയേക ദൈവമാണ്. ഇന്ന് റോഷനും ലിനറ്റും ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇരുമ്പോൾ എനിക്ക് ദീർഘമായ പ്രസംഗം ഒന്നും പറയാനില്ല. ഞാൻ അവരോട് കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ളതുമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കണം. അത് വളരെ പ്രധാനമാണ്. ആ ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിൽ സ്നേഹമുണ്ടാകും, കരുണയുണ്ടാകും, പരസ്പര ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ഥി ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. ക്രിസ്തു ആകണം നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്.
നിങ്ങളുടെ കുടുംബ പാരമ്പര്യമോ സമ്പത്തോ ജോലിയോ സൗന്ദര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള വിലപിടിപ്പുള്ള വസ്തുവകകളോ അതൊന്നുമല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, അത് ക്രിസ്തുവാകണം. അതുകൊണ്ട് അക്യുലാസിനെ പോലെ പ്രിസ്കില്ലെ പോലെ അപ്രകാരം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾ, പൗലോസ് അപ്പോസ്തലനൊക്കെ അക്യുലാസിനെയും പ്രിസ്കില്ലെയും കുറിച്ച്, ദമ്പതിമാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വീട്ടിലെ സഭ ക്രിസ്തു കേന്ദ്രീകൃതമായി നിങ്ങൾ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾ കൊച്ചു സഭകളായി തീരും. എന്നതിനേക്കാൾ അപ്പുറത്ത് അത് ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായി മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ അവർ ഈ സഭയെ അറിയേണ്ടത് നിങ്ങളിലൂടെയാണ്, ക്രിസ്തുവിനെ അറിയേണ്ടത് നിങ്ങളിലൂടെയാണ്, ദൈവസ്നേഹം അറിയേണ്ടത് നിങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ സഭ ഒന്നടങ്കം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സഭയെ സ്നേഹിക്കുന്നവരായും കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവരായും നിങ്ങൾ തീരണം. ഏറ്റവും പ്രധാനം നീതിപൂർവമായ ബന്ധമാണ്. ആ നീതിപൂർവമായ ബന്ധം ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുന്നു. കർത്താവിനോടുകൂടെ ശ്രേഷ്ഠമായ കുടുംബജീവൻ നയിപ്പാൻ റോഷിനും ലിനറ്റിനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പട്ടക്കാർ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം നമ്മുടെ പൂർവ്വ മാതാപിതാക്കളെ അനുഗ്രഹിച്ചിട്ടുള്ളവനാണ്, നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന പൂർവ്വ മാതാപിതാക്കളെയും ആ ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തിയിട്ടുണ്ട്. ഈ സഭ നമ്മുടെ മുൻപാകെ ആയിരിക്കുന്ന റോഷിനെയും ലിനറ്റിനെയും ഇതുവരെ നമ്മുടെ പൂർവികരെ അനുഗ്രഹിച്ച ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശീർവദിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെയും കൃപകളെയും പ്രാപിക്കുന്നതിൻ്റെ അടയാളമായി റോഷിനും ലിനറ്റും വണങ്ങി കുരിശു വരയ്ക്കേണ്ടതും ജനങ്ങൾക്ക് ദയവാ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി പറയുകയും ചെയ്യാവുന്നതും അത്ര. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം കൃപയാൽ ഇവരെ കൃപ ചെയ്യണമേ.
എന്നവരെ വാഴ്ത്തിയ സർവേശൻ അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ഇസ്ഹാക്ക് റബ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ മിസ്രൈനിൽ യൗസേഫിനെ വാഴ്ത്തിയ സർവേശൻ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ താൻ കുടുംബജീവിതത്തെ കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു. ഈ കിരീടങ്ങളും ഇവ വെക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ അഹനോ ചൂട്ടിയിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കയ്യാലിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹനോ ചൂട്ടിയിടുന്നു.
മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹനോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാതെ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ അഹനോ ചൂട്ടിയിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹനോ ചൂട്ടിയിടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കൈയാലിറങ്ങി മണവാട്ടി ശിരസിന്മേൽ അഹനോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായും സ്തുതി നീ കരേറ്റിക്കൊണ്ട് ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മെശിഹ സത്യത്തിന്റെ മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മെശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കയെ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാക നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ ക്രിസ്തയുടെ വഞ്ചനത്തിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾ അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേപ്പിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു പറഞ്ഞ ആ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേൽ വസിക്കട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതു ഭാഗത്തെ കളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയ
അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ശരണം നീ സ്ത്രീധനവും വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവങ്കേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല, അറിയുന്നവന്റെ മുൻപാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ, ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുവാൻ സാധ്യതയുള്ള എല്ലാത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന് ആവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലം കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാക്കണം. അവന് വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. റോഷൻ ലിനറ്റ്, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും
പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെയും സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം, മറ്റുള്ളവരെയും ബഹുമാനിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ തിരുവചന ധ്യാനവും കുടുംബ പ്രാർത്ഥനയും ഉണ്ടാകണം. അതിന് സഹായകരമായി ഈ വേദപുസ്തകം എന്ന ഇടവകയായി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ഒന്നിച്ചു വായിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവകളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്റ്റുവേർഡ്സ്, ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം മാറ്റിവെച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മികമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതകളും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. This love is like the ocean that's crashing over me. It's like falling rain on the driest plains, as far as eyes can see. And this love is like the trees that are looking down on top of me. And this love is like no other, it's right where I wanna be. And this love is like the church bells, as loud as they can ring, and the good man's face on his wedding day when he sees his bride to be. It's like a little girl holding her daddy's hand for everyone to see. Yeah, this love is like no other, it's taken over me. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you. And I don't ever want to. This love is like a mystery that's folding out in front of me. Yeah, this love is like no other.